ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മളിന്ന് SCRT 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ഒരു ചാപ്റ്ററാണ് കാറ്റിന്റെ ഉറവിടം തേടി. ഇതിൽ നിന്ന് നമുക്ക് 2 മുതൽ 3 വരെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. 2 മുതൽ 3 വരെ ചോദ്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ പ്രാധാന്യം SSCRTക്കാണ്. ഏതൊരു പരീക്ഷ എടുത്താലും 30നും 40നും ഇടയിലെ ചോദ്യങ്ങൾ ഇതാ ഈ ഒരു SCRTയിൽ നിന്ന് മാത്രമാണ് കടന്നു വരുന്നത്. ഈ ഒരു SCRT എന്ന് പറയുന്നത് SCRT പാഠപുസ്തകങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത്. അത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു ചോദ്യത്തിന്റെ വില നിങ്ങൾ അറിയണം. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു LGS പരീക്ഷയിൽ പോലും ഒരു 100 പേരുടെ മുകളിലേക്കൊക്കെ വരാൻ തക്കതാണ്. അതായത് 0.33 മാർക്കാണ് ഒരു ചോദ്യത്തിന് നമ്മൾ തെറ്റിപ്പോയാലൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുടേത് ഈ തെറ്റിപ്പോയാൽ ഇത് നഷ്ടപ്പെടുമ്പോൾ അതിന് മുകളിലേക്ക് കുറെ പേരങ്ങ് കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ 100 പേരൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മുകളിലേക്ക് കയറി പോകും. കാരണം ഒരു ചോദ്യം തെറ്റിയാൽ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ 3 എണ്ണം തെറ്റിയാൽ ഒരു മാർക്ക് അങ്ങ് പോയില്ലേ. 3 ചോദ്യം തെറ്റിയാൽ ഒരു മാർക്ക് പോയി. ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് 100 പേർക്ക് മുകളിലേക്ക് എത്തും. അത് നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഒരു മാർക്ക് നമുക്ക് ശരിയായാലോ ആ 100 പേരുടെ മുന്നിൽ നമ്മൾ കയറും. തെറ്റിയാൽ 100 പേരുടെ പുറകിൽ നമ്മൾ പോകും. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അതുകൊണ്ട് SCRT അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തന്നെ 30-34 ചോദ്യങ്ങളാണ് വരുന്നത്. ആ 34 ചോദ്യങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരീക്ഷയിൽ. ഓക്കെ, ആദ്യം തന്നെ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മുടെ വാസ്കോ ഡ ഗാമയെ കുറിച്ചുള്ള ഒരു ലേഖനത്തിലാണ് തുടക്കം. 1497 ജൂലൈ 8 ലിസ്ബൺ തുറമുഖത്ത് നിന്ന് പായ്ക്കപ്പലുമായി 170 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതായത് ആരാണ് വാസ്കോ ഡ ഗാമ, എത്ര പേരാണ്? 170 പേരടങ്ങുന്ന സംഘത്തെയാണെന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹം നമുക്ക് പറയുന്നത് കാറ്റ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം 1498 ഏപ്രിൽ 24 പുറപ്പെട്ട വാസ്കോ ഡ ഗാമ 23 ദിവസം കൊണ്ടാണ് മെയ് 20 കോഴിക്കോടിനടുത്ത് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ വാസ്കോ ഡ ഗാമ ആദ്യമായി എത്തിച്ചേർന്ന എവിടെയാണ്? കോഴിക്കോടിനാണ്. കോഴിക്കോട് കാപ്പാട് മെയ് 20 1498 മെയ് 20. ഓക്കെ, വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്ന ആ ഒരു ദിവസവും വർഷമാണ് 1498 മെയ് 20. 1498 മെയ് 20 എന്ന് മനസ്സിലാക്കുക. 23 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. 1498 ഏപ്രിൽ 23 പുറപ്പെടുന്നത്. പിന്നീട് 23 ദിവസം കൊണ്ട് ഈ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വാസ്കോ ഡ തിരികെ പോകാൻ 132 ദിവസങ്ങൾ വേണ്ടി വന്നു. കാരണം കാറ്റിന്റെയും മൺസൂണിന്റെ ഒക്കെ ആ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താൻ വാസ്കോ ഡ ഗാമ എന്ന നാവികന് തുണയായത് കാറ്റുകളും പിന്നെ അടങ്ങാത്ത ആത്മവിശ്വാസം. അതായത് കാറ്റുകളുടെ ഒരു ഇതാണ് നമ്മളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ചില വസ്തുതകളിലേക്ക് നമുക്ക് നോക്കാം. ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് ഡാഷ് എന്ന് ചോദിക്കാം. അതാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. അപ്പോൾ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ആ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. ഇനി അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ നമുക്ക് നോക്കാം. എന്താണ്? ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. അപ്പോൾ ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. ഇനി എന്താണ്? രസ ബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ അഥവാ രസ ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. ചോദിക്കാം, അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ രസ ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം രസ ബാരോമീറ്റർ ആണ്. പഠിച്ചു തന്നെ പോവുക, ഇവിടെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി മില്ലി ബാർ കണ്ട, മില്ലി ബാർ ഉണ്ട്, ഹെക്ടോ പാസ്കൽ. മില്ലി ബാറും ഹെക്ടോ പാസ്കലും എന്ന ഏകകങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് രസബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. എന്നാൽ ഇത് ഏത് ഏകകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത് ചോദിച്ചാൽ മില്ലി ബാർ അതുപോലെ ഹെക്ടോ പാസ്കൽ. മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ്. ഇനി ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിന്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലുകളിൽ 76 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലി ബാർ അഥവാ 1013.2 ഹെക്ടോ പാസ്കൽ ആണ്. ഇതാണ് ആ ഒരു ഏകകം ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും ആദ്യത്തെ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഉയരവും അന്തരീക്ഷ മർദ്ദവും.
ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. വളരെ ഇമ്പോർട്ടന്റ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിന്റെ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലി ബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. 10 മീറ്ററിന് 1 മില്ലി ബാർ എന്ന രീതിയിൽ എന്താണ്? മർദ്ദം കുറയും. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുക. ഉയരം കൂടുന്തോറും ചായക്ക് രുചിയും കൂടുന്നല്ലേ? നല്ല അന്തരീക്ഷ മർദ്ദമാണ് കുറഞ്ഞു വരിക. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരും. അതാണ് മനസ്സിലാക്കുക. ഓക്കെ. മുകളിലേക്ക് പോകുന്തോറും വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുമർദ്ദം കുറയുന്നത്. മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്തു? വായുവിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് വായുമർദ്ദം കുറയുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഈ ഉയർന്ന സ്ഥലങ്ങളിൽ വായുമർദ്ദത്തിലെ കുറവാണ് ഇതിന് കാരണം. അതായത് നമുക്ക് നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഏരിയകളിലേക്ക് നമ്മൾ ടൂർ പോകും. അങ്ങനെ പോകുമ്പോൾ ഈ ഉയരങ്ങളിലേക്ക് പോകുന്തോറും പല ആളുകൾക്കും ചെവി അടയും. ഇങ്ങനെ ചെവി അടയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവാണ് ഇതിന് കാരണം. ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്തോറും വായുമർദ്ദം കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രശ്നമാണ് ഇതിനെ കാരണമെന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്, ഉയരവും അന്തരീക്ഷ മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വായു മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിന്റെ ഉയരം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിന്റെ ഉയരം. ഒരു പ്രദേശത്തിന്റെ ഉയരം. ഉയരം മാത്രമല്ല, താപവും ആർദ്രതയും വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. താപവും ആർദ്രതയും, അതായത് ഉയരം മാത്രമല്ല, ഉയരം, താപം, ആർദ്രത എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്? വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇവ മൂന്നും എന്താണ്? വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നതാണ് ഉയരവും താപവും ആർദ്രതയും എന്ന്. അപ്പൊ ഉയരവും അന്തരീക്ഷ മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി താപവും അന്തരീക്ഷ മർദ്ദവുമാണ്. എല്ലാ വസ്തുക്കളും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും. അതായത് വായുവും എന്താണ്? മറ്റെല്ലാ വസ്തുക്കളെ പോലെയും വായു ചൂടേൽക്കുമ്പോൾ എന്താ? അതും വികസിക്കും. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ അത് മുകളിലേക്ക് പോകുന്നു. വായു വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? സാന്ദ്രത കുറയും. അതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നു. ഇതാണ് വായുമർദ്ദം കുറയുന്നതിന് ഇടയാക്കും. ഇത് വായുമർദ്ദം കുറയുന്നതിന് ഇടയാക്കും. അതായത് എല്ലാ വസ്തുക്കളെ പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കുകയും വായു വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? സാന്ദ്രത കുറയും. അത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുമർദ്ദം കുറയുന്നതിന് ഇടയാക്കും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യും. അതായത് ഉയർന്നു പോകുന്ന വായു എന്ത് ചെയ്യും? വശങ്ങളിലേക്ക് നീങ്ങും. ഇങ്ങനെ വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നുണ്ട്. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിന് ഇടയാക്കും. ഇതിന്റെ ഫലമായി അന്തരീക്ഷമർദ്ദം കൂടും. ഇതിന്റെ ഫലമായിട്ട് അന്തരീക്ഷമർദ്ദം കൂടും. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു. താപം കൂടുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷമർദ്ദം കുറയും. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും. അതായത് നോക്കാം, ഇത് താപം കൂടുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷമർദ്ദം കുറയും. ഇനി അന്തരീക്ഷമർദ്ദം കൂടുമ്പോഴോ താപം കുറയും. താപം കുറയും. അന്തരീക്ഷമർദ്ദം, അപ്പോൾ താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടും. താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടും. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും. ഇത് രണ്ടും കൂടെ പഠിച്ചു വെക്കുക. ഇത് താപവും ഇത് അന്തരീക്ഷം, താപം. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയും, അന്തരീക്ഷമർദ്ദം കൂടുമ്പോൾ താപം കുറയും, അല്ലെങ്കിൽ താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടും. എങ്ങനെ പഠിച്ചു വെക്കുക. താപവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. നമ്മളിപ്പോ തൊട്ടു മുന്നേ പഠിച്ചു ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അതുപോലെ തന്നെ ഉയരവും അന്തരീക്ഷമർദ്ദവും, അതുപോലെ തന്നെ താപവും അന്തരീക്ഷ മർദ്ദവും എന്ന് കൂടി പഠിച്ചു. ഇത് രണ്ടും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഓക്കെ. ഇനി ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും. ഈ അടുത്ത് വന്ന പരീക്ഷയിൽ ഒരു ചോദ്യമാണ്. അന്തരീക്ഷ വായുവിന്റെ ജലാംശത്തിന്റെ അളവാണ് ഡാഷ്. എന്താണ്?
ആർദ്രത. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. നീരാവിക്ക് എന്താണ്? വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ട് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. എന്താണ്? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവിനെ പറയുന്നത് എന്താണ്? ആർദ്രത. വ്യക്തമായി പഠിച്ചു വെക്കുക. ഓക്കെ. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അപ്പൊ നീരാവിക്ക് എന്താണ്? സ്വതവേ വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. മനസ്സിലായി? നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിന്റെ മർദ്ദം എന്താണ്? കുറവായിരിക്കും എന്ന് കൂടി ഇവിടെ പഠിച്ചു വെക്കുക. ഇനി ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഇതും ആർദ്രതയും ഉയരവും അന്തരീക്ഷ മർദ്ദവും, താപവും അന്തരീക്ഷ മർദ്ദവും, അതുപോലെ ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. എല്ലാം വിപരീത അനുപാതത്തിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഭൂപ്രദേശത്തിന്റെ ഉയരം വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഭൂപ്രദേശത്തിന്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം. ഉയരം, താപം, ആർദ്രത എന്നിവ എന്താണ്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. അതായത് ഈ പറഞ്ഞ ഈ ഘടകങ്ങളുണ്ടല്ലോ, ഈ ഭൂപ്രദേശത്തിന്റെ ഉയരവും അന്തരീക്ഷത്തിലെ ആർദ്രതയും അതുപോലെ താപവും എന്താണ്? ഈ ഘടകങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസൃതമായിട്ടാണ് അന്തരീക്ഷ മർദ്ദത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. ഇനി ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദവും, അന്തരീക്ഷ മർദ്ദം കുറവാണെങ്കിൽ ന്യൂനമർദ്ദവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സമതാപരേഖകളെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദരേഖകൾ. എന്താണ്? ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദരേഖകൾ, ഐസോബാർസ് എന്ന് പറയുന്നത്. സമമർദ്ദരേഖകൾ നിരീക്ഷിച്ചാൽ ഏതൊരു പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദത്തിന്റെ വിതരണക്രമം അനായാസം ബോധ്യമാകുമെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത ആഗോള മർദ്ദ മേഖലകളാണ്. നോക്കുക. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരേപോലെയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതായത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഇനി ഓരോ ഇത് നമുക്ക് പഠിക്കാം. ആദ്യം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇതാ നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് നമ്മൾ പറയുക. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അതായത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖല. വർഷം മുഴുവൻ സൂര്യരശ്മികൾ എങ്ങനെ ലംബമായി പതിക്കുന്ന ഒരു മേഖലയാണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. പഠിച്ചു വെക്കണം. ചോദ്യം ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അതുകൊണ്ടാണ് ഇനി പറയുന്ന ഏരിയകൾ കൃത്യമായി പഠിച്ചു തന്നെ പോവുക. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതായത് ഒരു വർഷം മുഴുവൻ എന്ത് ചെയ്യും? സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. നമുക്ക് ഒരു ഗ്ലോബിലാണെങ്കിൽ നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയും. ഇക്വേറ്ററിലെ നമ്മുടെ ഭൂമധ്യരേഖ, അതാണ്. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അത് സൂര്യൻ എപ്പോഴും ലംബമായി പതിക്കുന്ന ഒരു വർഷം മുഴുവൻ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എന്താണ്? ചൂട് കൂടുതലായിരിക്കും. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം ഇതാണ്. ഇങ്ങനെ സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഇതാണ് ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടെ നിങ്ങൾ നോക്കുക. ഇതിന്റെ ഏകദേശം ഇതാണ് തെക്കും വടക്കുമായി 5 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല.
ന്യൂനമർദ്ദ മേഖല. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകൾ തീരെ ദുർബലമായ ഒരു ഏരിയ ആണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, എന്തുകൊണ്ടാണ്? വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ കാറ്റുകൾക്ക് തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ, കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറയുന്നു. നിർവാത മേഖല, കാറ്റുകളില്ലാത്ത മേഖല, നിർവാത മേഖല, ഡോൾഡ്രം എന്ന് പറയുന്നുണ്ട്. ഈ മർദ്ദമേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിർവാത മേഖല. ഏതാണ്? ഡോൾഡ്രം അഥവാ നിർവാത മേഖല, കാറ്റുകളില്ലാത്ത മേഖല എന്നാണ് അർത്ഥം. ഓക്കെ, രണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ച യാത്രികർക്ക് ഇവിടെ പേടി സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് പണ്ട് കാലങ്ങളിൽ പായ്ക്കപ്പലുകൾ സഞ്ചരിച്ചിരുന്നില്ലേ, അവർക്ക് ഇവിടെ പേടി സ്വപ്നമായിരുന്നു. കാരണം കാറ്റുകളില്ലാത്ത മേഖലയാണ്, നിർവാത മേഖലയാണ്. കാറ്റുകളില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? വണ്ടി അവിടെ നിന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഇവിടെ മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് നിർവാത മേഖല അഥവാ കാറ്റുകളില്ലാത്ത മേഖല. ഇനി അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ 30 ഡിഗ്രി, ഈ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുള്ളത്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതായത് മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചുയരുന്ന വായു എന്ത് ചെയ്യും? ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? താഴുന്നു. ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് പിടിച്ചു വരുന്ന വായു എന്ത് ചെയ്യും? ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതുകൊണ്ട് ഇവിടെ ന്യൂനമർദ്ദമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഉച്ചമർദ്ദമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ താഴുന്നു. ഈ മേഖലയിൽ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. ഉച്ചമർദ്ദം. ഇനി ഈ ഉപോഷ്ണ മേഖലയുമായി തന്നെ ബന്ധപ്പെടുന്ന മറ്റൊന്നാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. മുൻ വർഷങ്ങളിൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുമായി ബന്ധപ്പെടുന്ന ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് നോക്കാം. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. അതായത് പണ്ടുകാലങ്ങളിൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയ ചരക്ക് കപ്പലുകളിലെ പ്രധാന കയറ്റുമതി ഇനമാണ് മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? മധ്യരേഖാ പ്രദേശത്ത് ചൂട് പിടിച്ചു വരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖല എത്തുമ്പോഴേക്കും താഴുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ്? കാറ്റുകൾ ദുർബലമാണ്. അതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഖമായി സഞ്ചരിക്കാനാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുമെന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നു. അതായത് ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാവും, അതുകൊണ്ട് കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വീണത്. അപ്പൊ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ കുതിര അക്ഷാംശം അഥവാ എന്താണ്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നു. കാറ്റുകൾ ദുർബലമാണ്, ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുന്നത് മനസ്സിലാക്കുക. ഇനി ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ മേഖലയിൽ തണുപ്പ് ഏറെയാണ്. ധ്രുവത്തിനോട് നോക്കുക, ഇതാണ് ആ ചിത്രം നോക്കുക. ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇത് കണ്ട, ഇത് രണ്ടും ധ്രുവത്തിനോട് ഏറെ അടുത്താണ്. കാരണം 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമാണ്. ധ്രുവത്തിനോട് ഏറെ അടുത്താണ്, അതുകൊണ്ട് വായുവിന് തണുപ്പേറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. അതായത് തണുപ്പേറെയാണ്, തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഇതുമൂലം ഉപദ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. അപ്പൊ ഉപദ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദവും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ ഉച്ചമർദ്ദവുമാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ ഉച്ചമർദ്ദ മേഖലയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഉപദ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത്. കാരണം തണുത്ത വായുവിന് തണുപ്പേറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്നാണ് നിലകൊള്ളുന്നതെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്.
വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല. ധ്രുവങ്ങളിലാണെന്ന് ഓർക്കുക. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ധ്രുവങ്ങളിൽ, പോളാർ റീജിയണിൽ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല. അതായത് ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ ഇവിടുത്തെ വായു തണുക്കുന്ന ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. അതായത് അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും എന്ന് കൂടി അങ്ങ് പഠിച്ചു പോവുക. ഉച്ചമർദ്ദമായിരിക്കും. ഓക്കെ, അത് പഠിച്ചു പോവുക. അതായത് ഇനി ഭൂമിയിലെ മർദ്ദമേഖലയുടെ വിതരണക്രമം ബോധ്യപ്പെട്ടല്ലോ. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനം. സൂര്യന്റെ അയനത്തിനനുസൃതമായി മർദ്ദമേഖലകൾക്ക് സ്ഥാനമുണ്ടാകുന്നു. അപ്പൊ മനസ്സിലാക്കുക, സൂര്യന്റെ അയനത്തിനനുസൃതമായിട്ട് എന്താണ് മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു, ദക്ഷിണായന കാലത്ത് തെക്കോട്ട്. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ എങ്ങോട്ടാണ്? വടക്കോട്ടും, ദക്ഷിണായന കാലത്ത് തെക്കോട്ടും നീങ്ങുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. അതുകൂടി അവിടെ പഠിച്ചു പോവുക. ഇനി അന്തരീക്ഷമർദ്ദവും കാറ്റുകളുമാണ് അടുത്ത് നോക്കുന്നത്. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നുണ്ട്. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. അപ്പൊ എന്താണ് കാറ്റുകൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. അതവിടെ വ്യക്തമായി തന്നെ പോയിന്റ് ചെയ്ത് പഠിക്കുക. സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ വിവിധ തരം കാറ്റുകളാണ് നമ്മുടെ ഭൂമുഖത്ത് ഉണ്ടാകുന്നത്. കാറ്റുകൾക്ക് പേരുകൾ നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ വീശുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി തെക്കൻ കാറ്റ് എന്നാൽ തെക്കു ദിശയിൽ നിന്നും വീശുന്ന കാറ്റ്. ഉത്ഭവിക്കുന്ന പ്രദേശത്തിന്റെ സവിശേഷതകൾ കാറ്റിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. മനസ്സിലാക്കുക, കാറ്റിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന എന്താണ്? ഉത്ഭവിക്കുന്ന പ്രദേശത്തിന്റെ സവിശേഷതകൾ. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് എന്താണ്? നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾ നീരാവി രഹിതമാണ്. വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾ നീരാവി രഹിതവുമായിരിക്കും. ഓക്കെ, ഇനി കാറ്റിന്റെ വേഗവും ദിശയുമാണ് നോക്കുന്നത്. കാറ്റിന്റെ വേഗവും ദിശയും ചുവടെ ചേർക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണുള്ളത്. അപ്പൊ ഇത് മൂന്നുമാണ് കാറ്റിന്റെ വേഗവും ദിശയും ആശ്രയിച്ചിരുന്നത്. ഒന്ന് മർദ്ദച്ചെരിവ്, പ്രഷർ ഗ്രേഡിയന്റ്, മർദ്ദച്ചെരിവ്, കോറിയോലിസിസ് പ്രഭാവം, ഘർഷണം. മർദ്ദച്ചെരിവ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം എന്നിവ കാറ്റിന്റെ വേഗവും ദിശയും ആശ്രയിച്ചിട്ടാണുള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് കാറ്റിന്റെ വേഗവും ദിശയും ആശ്രയിച്ചിരിക്കുന്നത് മർദ്ദച്ചെരിവിനെയും കോറിയോലിസ് പ്രഭാവത്തെയും ഘർഷണത്തെയുമാണ്. ഇനി എന്താണ് മർദ്ദച്ചെരിവ് നോക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. അതായത് ഓരോ പ്രദേശങ്ങളിൽ നിന്നാണ് അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചെരിവ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ മർദ്ദച്ചെരിവ് എന്ന് വിളിക്കുന്നു. തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചെരിവ് കൂടുതലാണെന്ന് പറയാം. തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ എന്താണ്? മർദ്ദച്ചെരിവ് കൂടുതലാണെന്ന് പറയാം. അത്തരം പ്രദേശങ്ങളിൽ എന്താണ്? കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. മർദ്ദച്ചെരിവുള്ള ഏരിയകൾ എന്താണ്? കാറ്റിന്റെ വേഗത കൂടുതലാണ്. മർദ്ദച്ചെരിവുള്ളവിടെ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമമർദ്ദ മേഖലകളുടെ ക്രമമാണ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേക്കുക. അതായത് ഇത്തരം പ്രദേശം കാറ്റിന്റെ മർദ്ദച്ചെരിവ് കൂടുതലാണെങ്കിൽ അവിടെ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. എന്താണ് മർദ്ദച്ചെരിവ് എന്ന് പറയുന്നത്? അതായത് തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചെരിവ് എന്ന് പറയുന്നത്. തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനം. ഓക്കെ, ഇനി നോക്കാം. എന്താണ് കോറിയോലിസ് ബലം? ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. കൃത്യമായി പഠിക്കുക. കോറിയോലിസ് ബലം, അതായത് ഈ ഒരു പിക്ചർ തന്നെ നമുക്ക് ഇവിടെ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് അവയ്ക്ക് എന്താണ്? ഭൂമിയുടെ ഭ്രമണം നിമിത്തം എന്ത് ചെയ്യും? ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും. നോക്കുക, ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശ, ഇതാണ് സഞ്ചാരദിശ. ഈ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക. സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും. ഇതാ നോക്കുക, ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ നേരെ തിരിഞ്ഞ് വലത്തോട്ട് വരുന്നുണ്ട്. കണ്ട, ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണെങ്കിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും. സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും കൃത്യമായി നോക്കുക. ഇതാണ് സഞ്ചാരദിശ. ഇതിന് ഇടത്തോട്ടും എന്ത് ചെയ്യുന്നു? വ്യതിചലനം ഉണ്ടാകുന്നു. അതായത് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ, ഇതാണ് സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കളാണ്. ഇവിടെ
ഭൗമോപരിതലത്തിൽ. എന്നാൽ ഭൂമിയുടെ ഭ്രമണം നിമിത്തം എന്ത് ചെയ്യും? ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും. ഏത് നമ്മളിപ്പോ ഇങ്ങോട്ട് സഞ്ചരിച്ചാലും അതിന് വലത്തോട്ട്, ഇങ്ങോട്ട് സഞ്ചരിച്ചാൽ അതിന് വലത്തോട്ട്, ഇനി താഴോട്ടാണ് സഞ്ചരിക്കുന്നത് അതിന്റെ വലത്തോട്ട്, മുകളിലോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വലത്തോട്ട്, ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഇടത്തോട്ടും, മുകളിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഇടത്തോട്ടും, താഴോട്ട് സഞ്ചരിക്കുമ്പോൾ വീണ്ടും ഇടത്ത്, ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഇടത്ത്, ഇങ്ങനെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും എന്ത് ചെയ്യുന്നു? വ്യതിചലനം ഉണ്ടാകുന്നു. ഈ വ്യതിചലനത്തിന് കാരണമാകുന്ന ബലത്തെയാണ് എന്ത് വിളിക്കുന്നത്? കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. എന്താണ്? കോറിയോലിസ് ബലം. ഇതിനെയാണ് കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ഇതാണ് നമുക്ക് മധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത്. ഈ മധ്യരേഖാ പ്രദേശത്ത് നിന്നും എന്താണ്? ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും, അതായത് മുകളിലോട്ടോ താഴോട്ടോ ഇങ്ങനെ ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? പോകുന്തോറും കോറിയോലിസ് ബലം എന്ത് ചെയ്യും? വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും, മനസ്സിലാക്കുക, കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. ആരാണ് കണ്ടെത്തിയത്? അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. വ്യക്തമായി പഠിച്ചു വെക്കുക. ഫെറൽ. ഇങ്ങനെയാണ് ഫെറൽ നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നത്. ഫെറൽ നമുക്ക് പഠിക്കാം. അഡ്മിറൽ ഫെറൽ. അതായത് ഇങ്ങനെ കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെയാണ് ഫെറൽ നിയമം എന്ന് വിളിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ അഡ്മിറൽ ഫെറൽ അവതരിപ്പിച്ച നിയമത്തെ ഫെറൽ നിയമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ്? ഫെറൽ നിയമം. പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഘർഷണം. എന്താണ് ഘർഷണം? സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും. ഓക്കെ, ഉപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗം കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുതലായതിനാൽ കാറ്റിന്റെ വേഗം കുറവായിരിക്കും. അതായത് സമുദ്രോപരിതലത്തിലും നിരപ്പായ ഭൂപ്രദേശങ്ങളിൽ ഘർഷണം കുറവായിരിക്കും, അതുകൊണ്ട് കാറ്റിന്റെ വേഗം കൂടും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതിയുള്ള ഇവിടങ്ങളിൽ, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ ഘർഷണം കൂടുതലായതിനാൽ കാറ്റിന്റെ വേഗം കുറയും എന്നുകൂടി ഇതാണ് ഘർഷണം. ഇനി മർദ്ദമേഖലകളും കാറ്റുകളുമാണ്. മർദ്ദമേഖലകളും കാറ്റുകളും ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഈ മർദ്ദവ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഈ മർദ്ദവ്യത്യാസങ്ങളാണ്, അതായത് ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തന്നെ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മർദ്ദവ്യത്യാസങ്ങളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്നാണ് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്ക് കാറ്റ് വീശുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്നും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്ക് എന്ത് ചെയ്യും? കാറ്റുകൾ വീശും. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ, ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ അഥവാ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ആഗോളവാദങ്ങൾ എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ആഗോളവാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് ഇത് പറയുമ്പോൾ നമുക്ക് ഈ മരുവൽക്കരണം തടയാനെന്നൊരു ബോക്സിലുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, കാറ്റിന്റെ വേഗം കുറയ്ക്കാൻ, മരുഭൂമിയുടെ വ്യാപനം തടയാനുമാണ് ഈ ഒരു നടപടി ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾ നോക്കുക. ഇത് നമുക്ക് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് നോക്കാം. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയ്ക്കും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഇടയിൽ വീശുന്ന ആഗോളവാദങ്ങളാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും. പൊതുവെ വാണിജ്യവാദങ്ങൾ അത് വടക്ക് കിഴക്കനുമുണ്ട്, തെക്കു കിഴക്കനുമുണ്ട്. എന്നാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇതിന്റെ ഇടയിൽ വീശുന്നത് പശ്ചിമവാദങ്ങളാണ്. ഇവയ്ക്കിടയിൽ പശ്ചിമവാദങ്ങൾ. എന്നാൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഇടയിൽ വീശുന്നത് പൂർവ്വവാദങ്ങളുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ കാര്യങ്ങൾ ഇവിടെ പശ്ചിമവാദങ്ങൾ, പൂർവ്വവാദങ്ങൾ, അതുപോലെ വാണിജ്യവാദങ്ങൾ, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അടുത്ത് ഇതാണ് ആഗോള മർദ്ദ മേഖലകളും ആഗോള
വാദങ്ങൾ. അപ്പൊ ആഗോള മർദ്ദ മേഖലകൾക്ക് ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങൾ, ഈ മർദ്ദവ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നുണ്ട്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖല അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റുകൾ വീശുക. മനസ്സിലാക്കുക. ഇവിടെ ഇങ്ങോട്ട് നോക്കുക, ഉച്ചമർദ്ദത്തിൽ നിന്ന് മുകളിലേക്ക് ന്യൂനമർദ്ദം, ഇവിടുന്ന് താഴോട്ട്, ഇവിടുന്ന് താഴോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്, ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഇനി എന്താണ് വാണിജ്യവാദങ്ങൾ? അതാണ് ട്രേഡ് വിൻസ് അഥവാ വാണിജ്യവാദങ്ങൾ. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ ഇവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അതായത് നമുക്കത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരക്കാം. ഇതാണെന്ന് നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ മധ്യരേഖ മേഖല. മധ്യരേഖ ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അവിടെയും താഴെയുമുണ്ട്. ഇത് എന്താണ്? ന്യൂനമർദ്ദ മേഖല. ഓക്കെ, വാണിജ്യവാദങ്ങളാണ് ആദ്യം. അർദ്ധഗോളങ്ങൾക്കിടയിൽ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ നോക്കാം. ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദ, ഉപോഷ്ണം, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇനി ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ, ഇവിടെ നിന്നും, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, ഇവിടുന്നും ഇവിടുന്നും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടും, ഇങ്ങനെ താഴോട്ട്, ഇങ്ങനെ താഴോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്. ഓക്കെ, വടക്ക് കിഴക്കും തെക്ക് കിഴക്കുമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇവയാണ് വാണിജ്യവാദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ വാണിജ്യവാദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന, നിരന്തരമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്ക്, ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്ക് ഭാഗത്ത് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്ന ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നും, എന്നാൽ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ, ITZZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നറിയപ്പെടുന്നു. അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല, അതായത് ഇരു ധ്രുവങ്ങളിൽ നിന്നും എന്താണ് ഇരു അർദ്ധഭാഗങ്ങൾ, ധ്രുവങ്ങളല്ല, ഇരു അർദ്ധഭാഗങ്ങളിൽ നിന്നും വീശുന്ന ഈ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ, ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നറിയപ്പെടും. അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്കു കിഴക്കൻ വാണിജ്യവാദവും എന്ന് വിളിക്കുന്നത്, രണ്ടും എങ്ങനെ മാറി മാറി വിളിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ടു ഭാഗത്തു നിന്നും ഈ ഉപോഷ്ണ മർദ്ദ മേഖല, അതായത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇതിനെ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ, അഥവാ അന്തരുഷ്ണ മേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി കാറ്റിന്റെ കൈകളിലേറി എന്ന് പറഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ചോദിക്കാം. വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയ കാലത്ത് പായ്ക്കപ്പലുകളിലും മറ്റുമായി കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായമായിരുന്നു. സമുദ്ര വാണിജ്യത്തെ സഹായിച്ചിരുന്നതിനാണ് അവയ്ക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത്. സമുദ്ര വാണിജ്യത്തെ സഹായിച്ചിരുന്നതിനാണ് വാണിജ്യവാദങ്ങൾ എന്ന പേര് വന്നത്. ജർമ്മൻ ഭാഷയിൽ ട്രെഡൻ എന്ന പദത്തിന് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ്. ട്രെഡൻ മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് ഡിറക്ഷൻ എന്നാണ് അർത്ഥം വരുന്നത്. അതാണ് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പശ്ചിമവാദങ്ങളാണ്, വെസ്റ്റേർലീസ്. എന്താണ് പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റേർലീസ്? ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കണ്ടില്ലേ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മളിപ്പോ പറഞ്ഞു അതേ സാധനം, ഇതിങ്ങനെ നമുക്ക് എന്താണ്, ഇത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇവിടെ നിന്ന് എന്താണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇവിടെ നിന്ന്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഇങ്ങനെ ഈ മേഖലയിലേക്ക്, അതായത് ഏത് മേഖല? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇത് നമ്മൾ മധ്യരേഖ, ഇത് ഉപോഷ്ണം, ഇത് ഉപധ്രുവീയ. ഈ
ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട്, അതായത് ഈ ഒരു ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കാറ്റിന്റെ ദിശ വരുന്നത്, ഏറെക്കുറെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നായതുകൊണ്ടാണ് ഇവയെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് വെസ്റ്റേർലീസ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ്, അതാണ് പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റേർലീസ്. ഏകദേശം എന്താണ് പടിഞ്ഞാറ് നിന്നായതുകൊണ്ടാണ് ഇതിനെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപധ്രുവീയ മേഖലകളിൽ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. ഓക്കെ, പശ്ചിമവാദങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിലേതിനേക്കാൾ കൂടുതലാണ്. അതായത് ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ പശ്ചിമവാദങ്ങളുടെ ശക്തി കൂടുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാലാണ് കാറ്റുകൾക്ക് വേഗം കൂടുന്നത്. മനസ്സിലാക്കുക. അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കാറ്റുകൾക്ക് ശക്തി കൂടുതലാണ്. കാരണം ഏറിയ പങ്കും എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രങ്ങളുടെ സാമീപ്യം, സമുദ്രങ്ങളാണ്. ഈ സമുദ്രങ്ങളാണ് കാറ്റുകൾക്ക് വേഗം കൂടുതലാക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വാസ്കോഡ ഗാമയുടെ 1498 ഏപ്രിൽ 23 സഞ്ചരിക്കുന്ന ആ ഒരു ഏഴിനൊക്കെ നമ്മൾ ആ ഒരു സംഭവം വായിച്ചില്ലേ? ആ ഒരു സാധനം, ആ ഒരു വിശദീകരണം, അതായത് ബ്രസീലിൽ നിന്നും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ, ബ്രസീലിലെ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിൽ എത്താൻ ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. പശ്ചിമവാദങ്ങളായിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെയാണ് റോറിംഗ് ഫോർട്ടീസ്. 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വീശുന്ന റോറിംഗ് ഫോർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം ഉറപ്പായിട്ടും കടന്നു വരുന്ന മറ്റൊരു മേഖലയാണ് റോറിംഗ് ഫോർട്ടീസ്. പണ്ട് കാലങ്ങളിലെ പരീക്ഷകൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം റോറിംഗ് ഫോർട്ടീസ് ഏത് വാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പശ്ചിമവാദമാണ്. അതായത് ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദമാണ് റോറിംഗ് ഫോർട്ടീസ്. അത് പേര് 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ് ഇത് വീശിയടിക്കുക. 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ് ഇത് വീശിയടിക്കുന്നത്. അതുകൊണ്ടാണ് റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നത്. റോറിംഗ് ഫോർട്ടീസ്. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിൽ ആഞ്ഞു വീശുന്ന പശ്ചിമവാദമാണ് റോറിംഗ് ഫോർട്ടീസ്. അതുപോലെ ഫ്യൂരിയസ് 50s. ഏതാണ് ഫ്യൂരിയസ് 50s? ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെ പഴയകാല നാവികർ പേരിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഓർക്കുക, ഈ പശ്ചിമവാദങ്ങളാണ്. റോറിംഗ് ഫോർട്ടീസ് പശ്ചിമവാദമാണ്, ഫ്യൂരിയസ് 50s പശ്ചിമവാദമാണ്, ഷ്രീക്കിംഗ് 60s പശ്ചിമവാദമാണ്. അപ്പോൾ ഇതെവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെ പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. അടുത്തത് ധ്രുവീയ പൂർവവാദങ്ങൾ, പോളാർ ഈസ്റ്റേർലീസ്. ധ്രുവീയ പൂർവവാദങ്ങൾ, അതായത് ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ കേന്ദ്രങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ കേന്ദ്രം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഉച്ചമർദ്ദമാണ്. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാതകങ്ങൾ. അതായത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാതകങ്ങൾ. ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാതകങ്ങൾ. കോറിയോലിസ് ബല നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കുദിക്കിൽ നിന്നാണ് വീശുന്നത്. അതായത് കോറിയോലിസിന്റെ ആ ഒരു ബലം കാരണം എന്താണ്? ഇരു ധ്രുവങ്ങളിലും ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കുദിക്കിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അതിനാലാണ് ഇവ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നും അറിയപ്പെടുന്നു. ധ്രുവീയവാദങ്ങൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ പോളാർ ഈസ്റ്റർലീസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയി നോക്കുക. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും ഗണ്യമായ പങ്ക് വഹിക്കുന്ന കാറ്റ് ചോദിച്ചാൽ അത് ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. ധ്രുവീയ പൂർവ്വവാദം, അതായത് വടക്കേ അമേരിക്കയിലും വടക്കേ യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലും ഒക്കെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. ഇവിടെ ഒരു കോറിയോലിസ് ബലമുണ്ട്. ഈ കോറിയോലിസ് ബല നിമിത്തം ഇരു അർദ്ധഗോളങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കും എന്താണ്?
കിഴക്കുദിക്കിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അതിനാൽ ഇവ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രധാനമായി നോട്ട് ചെയ്തേണ്ടത് വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്പ്, അതുപോലെ റഷ്യ തുടങ്ങിയ എവിടെങ്ങളിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ധ്രുവീയ പൂർവ്വവാദങ്ങളാണ്. വർഷം മുഴുവൻ ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ. അതായത് വർഷം മുഴുവൻ ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ. ഇനി നമ്മൾ കാലികവാദങ്ങൾ, പീരിയോഡിക് വിൻസിനെ കുറിച്ച് പഠിക്കാൻ പോണം. കാലികവാദങ്ങൾ അതായത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഒന്നുകിൽ ഋതുക്കളിൽ അല്ലെങ്കിൽ ദൈനംദിനം ഇങ്ങനെ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഇങ്ങനെ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ മൺസൂൺ കാറ്റുകൾ ഏതിന് ഉദാഹരണമാണ്? കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. മൺസൂൺ കാറ്റുകൾ കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഋതുക്കളിലാണ് മൺസൂൺ കാറ്റുകൾ ആവർത്തിക്കുന്നത്. അതായത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഒന്നുകിൽ ഋതുക്കളിൽ അല്ലെങ്കിൽ ദൈനംദിനം ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. ഇങ്ങനെ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാദമാണ് മൺസൂൺ കാറ്റുകൾ. ഏതാണ് മൺസൂൺ കാറ്റുകൾ? ഇനി എന്താണ് മൺസൂൺ? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. അപ്പൊ മൺസൂൺ എന്ന പദം രൂപപ്പെടുന്നതാണ് മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ്. അപ്പൊ മൗസിം എന്ന അറബി പദത്തിൽ നിന്ന് രൂപപ്പെട്ട വാക്കാണ് ഏത്? മൺസൂൺ. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. മൺസൂൺ എന്നാൽ കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. ഓരോ കാലത്തിനുമൊത്ത് എന്താണ്? ദിശ മാറുന്ന കാറ്റുകളെ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇനി ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം മൺസൂൺ എന്നറിയപ്പെടുന്നു. അതായത് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു കാലയളവിനുള്ളിൽ എന്താണ്? കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. അപ്പൊ ഈ മൺസൂൺ കാറ്റിന്റെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഹിപ്പാലസ്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ്. ഇനി ഈ മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലെ ഘടകങ്ങളുണ്ട്. അവയിൽ ചിലത് നോക്കാം. ഒന്ന്, മൺസൂൺ രൂപം കൊള്ളലിന് പ്രധാന ഘടകം ഒന്ന് സൂര്യന്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ. നിങ്ങൾ നോക്കുക, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിൽ ഘടകങ്ങളായിട്ടുള്ളവയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ച് 4 എണ്ണം തരാം. ഈ 3 എണ്ണം നിങ്ങൾ മനസ്സിലാക്കിയാൽ 4-മത്തേത് അല്ല എന്ന് വ്യക്തമായി മനസ്സിലാവും. ഒന്ന് നോക്കുക, സൂര്യന്റെ അയനം, മറ്റൊന്ന് കോറിയോലിസ് പ്രഭാവം, പിന്നീട് തപനത്തിലെ വ്യത്യാസങ്ങൾ. അച്ചുതണ്ടിന്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. അതായത് അച്ചുതണ്ടിന്റെ ചരിവ് നമ്മൾ 23.5 ഡിഗ്രി, ആ ഒരു ചരിവ് മൂലം എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ഇത് ലംബമായി സൂര്യരശ്മികൾ പതിക്കുക. ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. അതിനനുസരിച്ച് മർദ്ദമേഖലകൾക്ക് വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാവും. അതായത് ഇങ്ങനെയുള്ള താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് കൊണ്ട് മർദ്ദമേഖലകൾക്ക് വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാവും. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. അതായത് ഈ താപങ്ങളിലെ ചില പ്രദേശങ്ങൾ താപനില വർദ്ധിക്കുന്നത് കൊണ്ട് മർദ്ദമേഖലകൾക്ക് വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമുണ്ടാകും. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യപാതകളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം ദിശ വ്യതിയാനം സംഭവിച്ച് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇങ്ങനെ മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങളുണ്ട്. നമുക്കറിയാം തെക്കു കിഴക്കൻ വാണിജ്യപാതങ്ങൾ അതെങ്ങനെയാണ്? ഇതാണ്. നമുക്ക് ആ ഒരു മാപ്പ് ഒന്നുകൂടി നോക്കാം. ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദം, ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദം, ഇതും ഉപോഷ്ണ ഉച്ചമർദ്ദം. ഇവിടെ ഈ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർട്രോപ്പിക്കൽ വടക്കോട്ട് നീങ്ങുമ്പോൾ, ഏതാണ് വടക്ക്? ഇതിങ്ങനെയാണ്. വടക്കോട്ട് നീങ്ങുമ്പോൾ എന്ത് ചെയ്യും? മധ്യരേഖ കടന്ന് വടക്കോട്ട്, അതായത് വാണിജ്യപാതങ്ങൾ എന്ത് ചെയ്യും? മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും.
മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങൾ കോറിയോലിസ് പ്രഭാവലം ദിശ വ്യതിയാനം സംഭവിച്ച് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപം കൊള്ളും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കും. ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. അതായത് ഉയർന്ന പകൽച്ചൂട് നിമിത്തം എന്ത് കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് താഴോട്ടും. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടും. അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് മുകളിലേക്ക് വീശുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകും. ഉത്തരാർദ്ധഗോളത്തിൽ താഴോട്ട് വരുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾക്ക്. അതങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടും. ഇതിന്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ എന്താണ് ന്യൂനമർദ്ദവും രൂപം കൊള്ളും. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യപാതങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഓക്കെ, ഇനി അടുത്തത് കരക്കാറ്റും കടൽക്കാറ്റും. ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമാണെന്ന് മനസ്സിലാവും. അതായത് ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയിലും പകലും എന്താണ് വ്യത്യസ്തമായ അന്തരീക്ഷമർദ്ദമായും. അതുപോലെ കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നതും ഒരുപോലെയല്ല. അതായത് കരയും കടലും സൂര്യതാപത്തോട് ഒരുപോലെയല്ല കര എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. എന്നാൽ കടൽ വളരെ സാവധാനമേ കടൽ ചൂടാവുകയുള്ളൂ. എന്നാൽ ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. അതായത് കര എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും. എന്നാൽ കടലോ വളരെ സാവധാനമേ ചൂടാവുകയുള്ളൂ. എന്നാൽ ആ ചൂട് കുറേ നേരം എന്താണ് നിലനിർത്താൻ കടലിന് കഴിയുകയും ചെയ്യും. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. പകൽ സമയത്ത് എന്താണ്? കര പെട്ടെന്ന് ചൂട് പിടിക്കും. ഇതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു എന്ത് ചെയ്യും? ചൂടായിട്ട് മുകളിലേക്ക് ഉയരും. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകും. ഇത് ആ ഒരു പ്രദേശത്തിന് മുകളിൽ എന്ത് ചെയ്യും? ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണം. ഇവിടെ കരയുടെ ആ മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണം. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശും. അതായത് കര പെട്ടെന്ന് ചൂട് പിടിക്കും. നമുക്ക് ഈ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക. കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതുകൊണ്ട് അവിടെ ഈ കരയോട് ചേർന്ന് കിടക്കുന്ന വായു മുകളിലേക്ക് ഉയരുകയും അതിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും. ആ സമയത്ത് എന്താണ്? കടല് തണുത്ത് കിടക്കുകയായിരിക്കും. അതായത് പെട്ടെന്ന് അവിടെ ചൂട് പിടിക്കില്ല, വളരെ സാവധാനമേ ചൂട് പിടിക്കൂ കടൽ. നമ്മൾ പറഞ്ഞു അവിടെ ആ കടലിൽ കിടക്കുന്ന തണുത്ത കാറ്റ് എന്താണ്? ആ തണുത്ത വായു കടലിന് മുകളിലേക്ക് ഇങ്ങനെ വീശും. കടലിന് മുകളിലേക്ക് ഈ കാണുന്ന ഒരു രീതിയിലേക്ക്, ഞാൻ ഈ വരയ്ക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നോക്കുക. ഈ രീതിയിലേക്ക് ഇങ്ങനെ വീശും. ഇങ്ങനെ കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശും. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നു. ഈ ഇളം കാറ്റുകളെ കടൽക്കാറ്റ് എന്ന് പറയുന്നു. അതായത് കര പെട്ടെന്ന് ചൂടുപിടിച്ച് അതിന്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു മുകളിലേക്ക് ഉയരും. ഇത് ഈ ഒരു പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളും. ആ ഒരു സമയത്ത് എന്താണ്? കടലിൽ നിന്ന് തണുത്ത വായു കടലിന് മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീശും. ഇങ്ങനെ വീശുന്ന ഇളം കാറ്റുകളെ കടൽക്കാറ്റ് എന്ന് പറയുന്നു, അഥവാ സീ ബ്രീസ് എന്ന് പറയാം. സീ ബ്രീസ്, കടൽക്കാറ്റ് എന്ന് പറയുന്നു. ഇനി അടുത്തത് കരക്കാറ്റ്. വ്യക്തമായി ഇങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ആ ഈ ഒരു ചിത്രത്തിന്റെ സഹിതം തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇനി രാത്രി കാലങ്ങളിൽ കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കും. രാത്രി നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കര പെട്ടെന്ന് ചൂട് പിടിക്കും, പെട്ടെന്ന് തണുക്കും. അപ്പൊ രാത്രി കാലങ്ങളിൽ സൂര്യതാപം ഇല്ലാത്തത് കൊണ്ട് എന്തായത്? കര പെട്ടെന്ന് തണുക്കും കടലിനെ അപേക്ഷിച്ച്. ഇങ്ങനെ തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമാവും. അതായത് കര പെട്ടെന്ന് തണുക്കും, കടൽ എന്നാൽ അത്ര പെട്ടെന്ന് തണുക്കുകയുമില്ല. ഇതുകൊണ്ട് എന്തായും കരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവും വരും. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയ്ക്ക് ഇതെന്ത് ചെയ്യും? അതായത് ഉച്ചമർദ്ദം എവിടെയാണ്? കരയുടെ മുകളിലാണ്, ന്യൂനമർദ്ദം കടലിലും. അപ്പൊ എന്ത് ചെയ്യും? കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇത് ഇടയാക്കുക. ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാക്കും. ഇതാണ് കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇതാണ് കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോടെ സജീവമാകുന്നു, സൂര്യോദയത്തോടെ അവസാനിക്കുന്നു. അപ്പൊ സൂര്യോദയം വരെയാണ് ഈ ഒരു കരക്കാറ്റ്. രാത്രിയിൽ നിന്ന് ആരംഭിച്ച് എന്താണ്
പുലർക്കാലത്തോടെ സജീവമാവുകയും സൂര്യോദയത്തോടെ അവസാനിക്കുകയും ചെയ്യും. അതാണ് കരക്കാറ്റ്. ഇപ്പൊ വ്യക്തമായി മനസ്സിലായല്ലോ. ഈ രണ്ട് കാര്യങ്ങളും ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പരീക്ഷയ്ക്ക് ചോദിക്കും. വ്യക്തമായി തന്നെ ഇവിടെ നമ്മൾ പഠിച്ചു തന്നെ പോവുക. അടുത്തത് എന്താണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എന്നാണ്. അടുത്ത താഴ്വരക്കാറ്റ് വാലി ബ്രീസും പർവ്വതക്കാറ്റ് മൗണ്ടെയിൻ ബ്രീസും എന്താണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലയിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണ്. ഇത് രണ്ടും എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലകൾ അനുഭവപ്പെടുന്ന കാറ്റാണ്. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂടുപിടിച്ച് ഉയരും. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു എന്ത് ചെയ്യും? ചൂടുപിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചെരിവുകളിലൂടെ കാറ്റ് വീശുന്നു. അതായത് പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു എന്താണ്? ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരും. ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നെയും മുകളിലേക്ക് ഈ പർവ്വതത്തിന്റെ ചരിവുകളിലൂടെ കാറ്റ് വീശും. ഇങ്ങനെ കാറ്റ് ഈ കാണുന്ന രീതിയിൽ കാറ്റ് ഇങ്ങനെ മുകളിലേക്ക് വീശും. ഇതാണ് താഴ്വരക്കാറ്റ് അഥവാ വാലി ബ്രീസ് എന്നതുകൊണ്ട് പറയുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം എന്ത് ചെയ്യും? വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ വായുവിന് എന്താണ്? ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇങ്ങനെ താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. ഇതാണ് പർവ്വതക്കാറ്റ്. താഴ്വാരത്തേക്ക് വീശുന്നത് പർവ്വതക്കാറ്റും താഴ്വാരത്തിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചെരുവുകളിലൂടെ വീശുന്നത് താഴ്വരക്കാറ്റുമാണ്. താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് ചേഞ്ച് ആയി പോകരുത്. ഇങ്ങനെ അതായത് താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പതിക്കുന്നത് മുകളിലേക്ക് കാറ്റ് വീശുന്നത് താഴ്വരക്കാറ്റും ഇനി പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്നത് പർവ്വതക്കാറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് പ്രാദേശികവാദങ്ങൾ. നമ്മുടെ പരീക്ഷയിൽ കുറേയധികം ചോദ്യങ്ങൾ വന്ന ഒരു ഏരിയയാണ് ഈ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക്കൽ വിൻസ്. വ്യക്തമായി പഠിച്ചു വെക്കണം ഇത്. ഓക്കെ. അതായത് മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. നമ്മൾ പറഞ്ഞു ആഗോളവാദങ്ങളുണ്ട്, അതുപോലെ കാലികവാദങ്ങളുണ്ടെന്ന് പറഞ്ഞു. അടുത്തത് പ്രാദേശികവാദങ്ങളാണ്. അതായത് മറ്റു കാറ്റുകളെയൊക്കെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികമായ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രാദേശിക വാദങ്ങളുണ്ട്. നോക്കാം. ലു മാംഗോ ഷവർ കാൽവൈശാഖി. ലു മാംഗോ ഷവർ കാൽവൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. ലു മാംഗോ ഷവർ കാൽവൈശാഖി എന്ന് പറയും. ഇത് ചിനൂക്ക് ഹർമാറ്റൻ ഫോൺ തുടങ്ങിയവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അപ്പൊ ചിനൂക്ക് എന്താണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവ്, വടക്കേ അമേരിക്ക റോക്കി പർവ്വതം, അത് രണ്ടു ഓർക്കുക. അതിന്റെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അതായത് ഈ ഒരു കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞ് ഉരുകി മാറുന്നതിലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് അനുയോജ്യമാണ്. അപ്പോൾ ഏതാണ്? കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷി, അതായത് കാനഡയുടെ സമതലങ്ങളിലുള്ള ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ്. അടുത്തത് ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. എന്താണ്? ഫോൻ. എവിടെയാണ്? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ഈ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. ഈ ഒരു കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകും. അതിനാൽ ഈ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകും. ഇത് എവിടെയാണ്? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. ഇനി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഓക്കെ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം, അതാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റെത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്ന ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു.
വളരെ ഇമ്പോർട്ടന്റ്. ഡോക്ടർ എന്ന് വിളിക്കുന്ന പ്രാദേശികവാദം ഹർമാറ്റൺ. ഡോക്ടർ ഹർമാറ്റൺ. ഓക്കെ, ഒന്ന് ഫൊന്നും ചിനൂക്കും, അതിൽ ഇർ ഇല്ല, ഡോക്ടറുടെ ഇർ ഇല്ല എന്നങ്ങ് ഓർത്ത് വെക്കുക. അപ്പൊ ഇർ ഉള്ളത് ഹർമാറ്റൺ ആണ്, അതാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്. ആഫ്രിക്കയിലെ ഈ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നത് ഹർമാറ്റൺ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൺ. ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റെത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടും. അതുകൊണ്ട് ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. അടുത്ത ലൂ ആണ്. ലൂ ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്കാണ് വീശുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു. അതായത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നതാണ് ഈ ഒരു കാറ്റ് ഉഷ്ണകാലത്ത്. ഇത് മറ്റു ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നത് ലൂ ആണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതുകൊണ്ട് മാംഗോ ഷവേഴ്സ് എന്ന പേര് വരുന്നു. അടുത്തത് അസ്ഥിരവാദങ്ങൾ, വേരിയബിൾ വിൻസ് ആണ്. അസ്ഥിരവാദങ്ങൾ ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും അസ്ഥിരവാദങ്ങളാണ്. ചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളും എന്നാൽ അസ്ഥിരവാദങ്ങളാണ്. ഒന്നുകൂടി, അതായത് പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോടുമായ കാറ്റുകൾ. അതിൽ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ സൈക്ലോൺ. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്ന ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്ന കാരണമാകുന്നു. അതായത് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുന്ന ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായ കാറ്റ് ചുഴറ്റി വീശുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലുമാണ്. രൂപപ്പെടുന്ന കാലാവസ്ഥ മേഖലയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും രണ്ടായി തിരിക്കാം. ഓക്കെ, അതായത് ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലുമാണ്. ഇങ്ങനെ രൂപപ്പെടുന്ന കാലാവസ്ഥ മേഖലയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖല ചക്രവാതങ്ങളെന്നും മിതോഷ്ണമേഖല ചക്രവാതങ്ങളെന്നും രണ്ടായി തിരിക്കാം. ലക്ഷദ്വീപിലും കേരള പ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ അഞ്ഞടിച്ച ഓക്കി ചുഴലിക്കാറ്റിനെ കുറിച്ച് നിങ്ങൾ അറിയാമല്ലോ. ഓക്കി എപ്പോഴാണ്? 2017 നവംബർ. പഠിച്ചു വെക്കുക, 2017 നവംബർ ഓക്കി ചുഴലിക്കാറ്റ് ലക്ഷദ്വീപിലും കേരള തീരപ്രദേശത്തും. ഓക്കി ചുഴലിക്കാറ്റ് ജീവനും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഇന്ത്യൻ തീരങ്ങൾ വിട്ടത്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. അപ്പൊ ഓക്കി ചുഴലിക്കാറ്റ് ഏതാണ്? ഉഷ്ണമേഖലാ ചക്രവാതമാണ് ഓക്കി ചുഴലിക്കാറ്റ്. ചോദിക്കാം, ഓക്കി ചുഴലിക്കാറ്റ് 2017 നവംബർ മാസത്തിലാണ് ലക്ഷദ്വീപിലും കേരളത്തിലെ തീരപ്രദേശങ്ങൾ ആഞ്ഞടിച്ചത്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദവ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണം. എന്താണ്? ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശത്ത്, പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദവ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. ഇനി പ്രതിചക്രവാതങ്ങൾ, ആന്റി സൈക്ലോൺസ്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസം. അതായത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രദേശം. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശം അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. അതായത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിൽ ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതം. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ്. ഓക്കെ, ഇത് രണ്ടും ഇവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി സൂര്യ തേജസ്സാൽ അന്തരീക്ഷം എത്ര ചലനാത്മകമാണെന്ന് ബോധ്യമായല്ലോ. വായുവിന്റെ ഈ നിരന്തര സഞ്ചാരത്തിന് വേണ്ടി ചാലക ശക്തി സൂര്യനാണ്. സൗരോർജ്ജമില്ലായിരുന്നുവെങ്കിൽ താപവുമില്ല, താപ വ്യത്യാസവുമില്ല, മർദ്ദ വ്യത്യാസവുമില്ല, കാറ്റില്ല, ഭൗമോപരിതലം എന്നും സജീവമായി നിലനിർത്തുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കുള്ള പങ്ക് നിശ്ചലമാണ്. പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത് കൗതുകകരം മാത്രമല്ല വിജ്ഞാനപ്രദവുമാണ്. ഭൂമിയിലെയും അതിലെ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ഇനിയും തുടരാൻ കഴിയട്ടെ എന്ന് കൂടി പറഞ്ഞാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മുടെ പരീക്ഷയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മുതൽ 3 വരെ മാർക്ക് നമുക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്ന് മാത്രം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുക. കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ഓക്കെ,
സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കാണുക, 2 തവണയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്